എന്നെ ഗുഡ് ഗെയിമിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പൈസ വേണമെന്ന് വെച്ച്. അപ്പൊ എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. പൈസയ്ക്ക് വേണ്ടി എന്നെ സ്ക്വിഡ് ഗെയിമിലോട്ട് എടുത്തിട്ടുണ്ട്. ഗെയിമിൽ നിന്ന് ജയിച്ചിട്ട് നമ്മള് പൈസയും കൊണ്ട് പോകാൻ പോകും. സ്ക്വിഡ് ഗെയിം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ടിട്ടേക്കും കുറെ ഗെയിമുകൾ കളിപ്പിക്കും. ജയിക്കുന്നവർക്ക് എത്രയോ രൂപ പൈസ. വാട്ടർഫുൾ. ഇത് മറ്റേ സ്ക്വിഡ് ഗെയിം 3-ലുള്ള മറ്റേ ഗെയിമല്ലേ, അവസാനം വരെ നിൽക്കുന്ന ആള്. വെൽക്കം പാർട്ടിസിപ്പൻസ് ടു സ്ക്വിഡ് ഗെയിം. You will be participating in a series of challenges. അതെ. The chosen glass maker is Fahad. ഓക്കെ, ഈ ഗ്ലാസ് മേക്കർ എന്ന് വെച്ചാൽ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഗ്ലാസ്സിലാണ് നമുക്ക് നടന്നു പോകാൻ പറ്റണമെന്ന് കാണിക്കും. അപ്പോൾ ഗെയിമുകൾ റെഡ് പെൻഡത്തോൺ, ഹൈഡ് ആൻഡ് സീക്ക്, ജമ്പ് റോപ്പ്, ഗ്ലാസ് ബ്രിഡ്ജ്, സ്കൈ സ്ക്യൂബ്. ഇതാണ് മറ്റേ ഗെയിം 3. വി ഹാവ് എ ന്യൂ ബോൺ ആൻഡ് എക്സ്ട്രാ പ്ലെയർ. മറ്റേ കൊച്ച്, മറ്റേ സ്ക്വിഡ് ഗെയിം 3-ലുള്ള ഒരു കൊച്ചിനെ കൊണ്ട് തരെയാണ്. വിൻ ദ ഗെയിംസ് വിത്ത് ദ ബേബി. ഓക്കെ, ബേബി വെച്ച് ഗെയിം വിൻ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തു. നമ്മളെ തുറന്നു വിടൂ. ഓക്കെ, നമുക്ക് പോവാം. ഞാനാണ് ടീമിനെ ലീഡ് ചെയ്യണേന്ന് തോന്നുന്നു. ഞാനല്ല, കുറേ പേര്. ഓക്കെ, ആദ്യം റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ്. നമുക്ക് ഈ ഗെയിം അങ്ങ് ജയിക്കണം. ചാടിപ്പോ ഒന്ന് കൊല വിളിക്കുമല്ലേ. ഞാൻ ഗ്രീൻ ലൈറ്റ് പറഞ്ഞതിന് മുന്നേ ചാടി. രക്ഷപ്പെട്ടെ. ഓട്. എത്തിയില്ല. സമയമുണ്ട്. ആ ഗെയിം അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗെയിം തീർന്നു. നമ്മൾ ലോബിയിലെത്തി. 9 പ്ലെയർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. 9 പ്ലെയർ. അപ്പൊ ബാക്കി ഇനി 39 പ്ലെയർ. ഇൻക്രീസ്ഡ് ബൈ 110. അപ്പൊ 110 രൂപ ഇപ്പം ക്യാഷ് ബാങ്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കുകയാണ് നിൽക്കണോ വേണ്ടേ. ഞാൻ ഓക്കെ കൊടുത്ത്. ഓക്കെ, അടുത്ത ഗെയിം പ്ലേ. അടുത്ത എന്തിനാണ്? ലൈറ്റ്സ് ഔട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ചാവാൻ. നമുക്ക് ഈ മൂലയല്ല എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. ഞാൻ മണ്ടയിൽ കയറിയിരിക്കും. നിങ്ങളുടെ ക്യാമറക്ക് നോക്കിയിട്ട് ഇരിക്കുകയാണ് കുറച്ച് കള്ളന്മാർ. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നണം. സ്ക്വിഡ് ഗെയിം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതെന്ന് പറയുമ്പം രാത്രി അവന്മാര് ലൈറ്റ് അണച്ചിട്ട് നമ്മളെ കൊണ്ട് തല്ലി തമ്മിക്ക് അത്രയും പേര് എലിമിനേറ്റ് ആയി കിട്ടുമല്ലോ. യു വിൽ ബി ഷോർട്ട്ലി മൂവ്ഡ് ടു ദ റോഡ്. ഓക്കെ, അതില് 4 പ്ലെയർ എലിമിനേറ്റ് ആയ. 4 പ്ലെയേഴ്സിനെ എലിമിനേറ്റ് ആക്കണം. അപ്പോൾ ഇനി 35 പേരും കൂടെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. 4 പേർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവര് എലിമിനേറ്റ് ആവും. പെൻഡത്തോൺ. നമുക്ക് എവിടെ ടീമിലോട്ട് കയറിയിരിക്കാൻ പറ്റൂല. ഏതെങ്കിലും ആളുള്ള ടീമിൽ 3-5. നമ്മൾ പച്ചയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നമ്മൾ പച്ചയാണ്. ഓക്കെ, നമ്മൾ 5 പേരുണ്ട്. എനിക്ക് ഇത് മതി. രണ്ടാമത്തെ 3, 4, 5 ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലാണ് ഞാൻ നടന്നു പറഞ്ഞണ്ട. ആദ്യത്തെ ആള് കളിക്കുന്നു. മറ്റേ സാധനം കമത്തിർന്നത്. കമന്നില്ല പന്നി. കമത്ത്. കമന്ന്. ഓക്കെ, അടുത്ത ഞാനല്ലേ. ഓക്കെ, സെറ്റ്. ഞാൻ പ്രോയാണ്. ഇനി അടുത്ത മൂന്നാമത്തവന് മറ്റേ കല്ലില്ല. കളിക്കുമോ? അവന് നേരെ കളിക്കാൻ പറ്റുമോ? സമയമുണ്ട് 3 മിനിറ്റ്. അയ്യോ, കഴിഞ്ഞു. ഇതാണ് പമ്പരം. 15 പമ്പരം കഴിഞ്ഞ് വേറെ ഏതാണോ? മറ്റേ കാല് വെച്ച് തട്ടുന്നത്. പമ്പരം കറക്കി എറിയ പെട്ടെന്ന്. സമയമില്ല. പന്നി എവിടെ? വേറെ ഇല്ലേ? കഴിഞ്ഞു. ഓക്കെ. കറക്റ്റ് പറ. ശരി. ഇനി 2 മിനിറ്റ് ഉണ്ട്. സാവധാനം ചെയ്താൽ മതി. 5 വട്ടം എന്തിനാ തട്ടണ്ട്? 1, 2. എട്. 1, 2. കളയാതടാ. അയ്യോ, തോറ്റ്. 1, 2, 3. എടാ പന്നി. ചളവാക്കും.
അവൻ കാരണം കളി തോക്കുന്നു. അവന് കളിക്കറിഞ്ഞൂടാ, കളി തോറ്റ്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്, ഇപ്പൊ പുരിയത്. ഒറ്റ വെടി എല്ലാം കഷ്ടം. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ ചത്ര എന്നതാ കൊണ്ടുപോണറാ. അയ്യോ അതില് നല്ല പ്ലേയേഴ്സിനെ നോക്കിയെടുക്കും. ഞാൻ മര്യാദയ്ക്ക് പച്ചയിലെല്ലാം കയറിയത്. ഞാൻ സ്പ്രിന്റ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. നാണം കെട്ട മരണത്തിന് ശേഷം ഇവന് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത്. അവൻ ഇതിലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഗ്രീൻ ലൈറ്റ് ഹണി കോംബോ ഞാൻ തോക്കും കേട്ടോ. ഹണി കോമ്പ് കിട്ടിയാൽ ഞാൻ തോക്കും. ഹണി കോമ്പ് മറ്റേ സാധനം കുത്തിപ്പൊട്ടിക്കുന്നത്. അടുത്ത ഒറ്റ ചാട്ടത്തിൽ ചാടി കയറിയ അത്രയുള്ളൂ. പോയിന്റ് കിട്ടി. ഓ ഇപ്പൊ 11 പ്ലെയർ എലിമിനേറ്റ്. നേരത്തെ നമ്മൾ 4 പേര് 9 പേര്. ഹണി കോമ്പ് നല്ല എളുപ്പമുള്ള ഷേപ്പ് കിട്ടിയിരുന്നാലും മതിയായിരുന്നു. പൊട്ടി വല്ലതും പോയാൽ തീർന്നു ചെയ്യുക. നമുക്ക് മേലോട്ട് ഒളിച്ചിരിക്കാം. സ്റ്റാൻഡ് ബിഹൈൻഡ് ദ ഡോറാ. ഇവ ഒറ്റയ്ക്കേ ഉള്ളൂ എന്റെ കൂടെ ഇരിക്കാം. വല്ല പാടുള്ളവൻ കിട്ടോടെ അറിയാം. ആ സ്ക്വയർ. ഓ ജോയ്സ്റ്റിക്ക് ടച്ച്. ഓക്കെ പതിയെ സൂക്ഷിച്ച്. അയ്യോ പൊട്ടിയടാ. പൊട്ടി. അയ്യോ അകത്തൊട്ടിയില്ല. സ്ക്രാച്ച് വീണേ ഉള്ളൂ. ഒരു ടാപ്പും കൂടെ ടാപ്പായ പൊട്ടും. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജ്യൂസ്. ഓ ചത്ര നമുക്ക് കരയാം. പൊട്ടിക്കരയാം. എടുത്തോണ്ട് കൊണ്ടുപോകല്ലേ. കൊണ്ടുപോകല്ലേ. സണ്ണി ചേച്ചി നിനക്കെല്ലാം അറിയോ ഈ സണ്ണി ചേച്ചി സുഖമാണ്. 7 പ്ലേയേഴ്സ് എലിമിനേറ്റ് ആയി. അടുത്തത് റോപ്പ് ജമ്പ് ഇല്ലേ, അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ തോക്കും. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. അല്ല ഹൈഡ് ആൻഡ് സീക്ക്. അതെന്തിനാണ് സംഭവം? ഓ റെഡ് ടീം ബ്ലൂ ടീം. ഓ ഇതൊടുക്കത്തെ പാടാണ്. Find the exit door and hide until the timer runs out. Red team eliminate the blue players. ഇതില് ഒരു ബ്ലൂ എങ്കിലും ജീവിച്ചിരുന്ന റെഡ് ടീം തോക്കും. അങ്ങനെ എന്തിനാണ് ഇത് പ്രാർത്ഥിക്കണം. So sunny, the gods of heaven and earth are leading me by the hand. എടാ ടീമായിട്ട് എന്നാ ചെയ്യാം. ടീം പകുതി പേര് മേളിലോട്ട് പകുതി പേര് താഴോട്ട്. എൻ്റെ ട്രയാങ്കിൾ കീ ഉണ്ടല്ലോ. വിളിക്കുള്ളൂ. എൻ്റെ കീഴിലുള്ള എല്ലാ റൂമും ഞാൻ തുറന്നിട്ട് തരാം. ജയിച്ച് ഇത്ര പെട്ടെന്ന് ജയിച്ചാ. ടീം വർക്ക് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നില്ല. ടീം വർക്ക് 13 പ്ലെയർ എലിമിനേറ്റ് ആയി. അതായത് റെഡ് ടീം ഫുൾ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി 13 ടീമും കൂടെ വരും. 13 പേരും കൂടെ വരും. ഓ പുല്ലി, എനിക്കൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ല. ഈ പുല്ല് എനിക്ക് ഇഷ്ടമില്ല. നമുക്ക് ഒളിച്ചിരിക്കാം. ഇതിന്റെ മെയിൻ ലക്ഷ്യം ജീവനും കൊണ്ട് ഓടുക, അത്രേ ഉള്ളൂ. ഇടിക്കാൻ വന്നാണ്. ഞാൻ പാവാണ്. 3 പ്ലെയർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി മൊത്തം 10 പേരേ ഉള്ളൂ. 10 പേര്. നമുക്ക് ഈ സ്ക്വിഡ് ഗെയിമിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റുമെന്ന് ഇപ്പം അറിയാം. അടുത്ത മാച്ചിൽ ഞാൻ ഔട്ടാവും. കാരണം റോപ്പ് ജമ്പ് എനിക്ക് അറിഞ്ഞു. ഇത് ഒരു വട്ടം വീണതാണ്. ജയിക്കാൻ പറ്റുമോ നോക്കാം. ഉറപ്പില്ല.
ഓ വീട് ചത്ത്. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് റോക്ക് ജമ്പ് പറ്റിയില്ല. അത് എന്തായാലും ഞാൻ പോകും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ കിടിലം വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ആ ബെല്ലൈക്കനും കൂടെ ഞെക്കി വെച്ചോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, ലൈക്കും കൂടെ അടിച്ചോണം. അപ്പം ഇതുപോലത്തെ വെറൈറ്റി ഗെയിമുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.